ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ചൂരക്കറിയും കപ്പയും കുഴയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചൂരയെല്ലാം വെട്ടി കഷ്ണങ്ങളാക്കിയാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞല്ല എടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിച്ച് ഉലുവായും പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റണം. നല്ല പോലെ വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ഇട്ട് പേസ്റ്റ് പോലെ ആക്കും കേട്ടോ. അതിനുശേഷമാണ് ഞാൻ പൊടിയൊക്കെ ഇടാറുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് കുടംപുളി ഇട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരപ്പൊന്ന് തിളപ്പിക്കും കേട്ടോ. ആ പൊടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. വെള്ളം ഒഴിച്ച് നല്ല തിള വന്നതിന് ശേഷം ഓരോ കഷ്ണങ്ങളാക്കി പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെല്ലാം നല്ലപോലെ ചാറ് കുറുകി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കരിവേപ്പിലയൊക്കെ ഇട്ട് നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ നിമിഷ നേരം കൊണ്ട് എല്ലാം പൊളിച്ച് അരിഞ്ഞ് അടുപ്പിലാക്കി. ഇതേ കപ്പ നല്ല വെന്ത് പരുവായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നല്ല ചൂടോടുകൂടി കപ്പയും നമ്മുടെ ചൂരക്കറിയും എടുത്ത് വെച്ച് കഴിക്കാൻ പോവാണേ. നല്ല കഷ്ണം നോക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിച്ച് മേടിച്ചത് കാരണം തലയെല്ലാം കണ്ട മുണ്ടനെ വെട്ടിയാണ് കിട്ടിയത് കേട്ടോ. എളുപ്പപ്പണിക്ക് പോയിട്ടാണ്. അപ്പോൾ എനിക്കതിൻ്റെ കണ്ണ് വലിയ ഇഷ്ടമാണ്. ആ തലയും കണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണാണ് ഞാൻ വായിൽ വെച്ച് നല്ല ആസ്വദിച്ച് ചവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ടാറ്റാ.